ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത്തവണത്തെ യാത്ര മറയൂർ കാന്തല്ലൂരാണ്. വട്ടവട പോകാനാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ആ പ്ലാൻ മാറ്റി, കാരണം സീസണൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ മറയൂർ കാന്തല്ലൂർ വിസിറ്റ് ചെയ്തിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ നമുക്ക് വട്ടവട പോകാമെന്ന് പറഞ്ഞു. ഒരു 2 ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണം കേട്ടോ. ഈ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാർ കഴിഞ്ഞിട്ട് വരുമ്പോഴുള്ള വ്യൂ ആണ്. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നിർത്തിയിരുന്നു. അതൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. ഇത് ലക്കം വാട്ടർഫാൾസ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഫസ്റ്റ് ടൈമാണ് കയറാൻ പോകുന്നത്. ഇതുവരെ കയറിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മൂന്നാർ കഴിഞ്ഞിട്ട് വരുമ്പോൾ ആദ്യത്തെ ടൂറിസ്റ്റ് പ്ലേസ് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കാണ്. ഞങ്ങളെല്ലാവരും തന്നെ ഇരവികുളം നാഷണൽ പാർക്കിൽ പോയിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. പിന്നെ ഈ ലക്കം വാട്ടർഫാൾസിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 5 പേരുണ്ടായിരുന്നു, 2 കുട്ടികളുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലോട്ട് പോയി. ഈ റോഡ് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ അല്ല, നമുക്ക് ഇവിടെ അകത്തേക്ക് കയറും തോറും. പിന്നെ എല്ലാ വെള്ളച്ചാട്ടങ്ങളും തന്നെ വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്, പക്ഷേ ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ലക്കം വാട്ടർഫാൾസ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ തന്നെ ഭാഗമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. മഴക്കാലം തുടങ്ങിയ പിന്നെ പിള്ളേരെ കൊണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. എന്നുവെച്ചാൽ റിസ്ക് ആണ്. ഇപ്പോൾ ആണെങ്കിൽ വെള്ളമൊന്നും അധികം ഉണ്ടാവത്തില്ല. അപ്പോൾ കുട്ടികൾക്കും നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടൈം പീരീഡ് തിരഞ്ഞെടുക്കാം. വെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് കേട്ടോ. ഇതാണ് ലക്കം വാട്ടർഫാൾസിൻ്റെ ഏറ്റവും അടുത്തുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് കുളിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം. പിന്നെ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ പോലത്തെ വെള്ളമുണ്ട്. ഈ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ഇതിൽ ഇറങ്ങാതിരിക്കാനും കുളിക്കാതിരിക്കാനും പറ്റത്തില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പിള്ളേരും ഈ വെള്ളത്തിൽ നല്ല കളിയായിരുന്നു. 2 പേരും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്, ഒപ്പം ഞങ്ങളും. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല സുഖമായിരുന്നു. ഈ ചൂടിൽ നിന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേന് എന്താ സുഖം പറയാൻ പറ്റത്തില്ല. വെള്ളത്തിൽ നിന്നുള്ള കുളിയും കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ കയറി. അപ്പോൾ സമയം നട്ടുച്ചയായിട്ടുണ്ട്. ഫുഡ് കഴിക്കാതെ നമുക്കിനി മുന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിൻ്റെ തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻറ്റ് ഫുഡ് അവൈലബിൾ ആണെന്ന് അവർ പറഞ്ഞായിരുന്നു. അന്ന് അവിടെ തന്നെ കഴിച്ചിട്ട് ഇനി വേറൊരു സ്ഥലത്ത് ഇറങ്ങി ഫുഡ് കഴിച്ച് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ലാഗ് വരും. അപ്പം ഇവിടെ തന്നെ കഴിച്ചിട്ട് കയറാമെന്ന് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് റെസ്റ്റോറൻറ്റിലോട്ട് പോയി. യാത്രയിലെ ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഫുഡ് തന്നെയാണ്. ഫുഡ് നന്നായിട്ട് നേരവണ്ണം കിട്ടിയില്ലെങ്കിൽ പണി വാളും. അപ്പം പക്ഷേ ഈ റെസ്റ്റോറൻറ്റിലെ അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സേഫാണ്. മറയൂരിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രാത്രി 8 മണിക്ക് ശേഷമുള്ള യാത്ര കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ ട്രെസ്പാസിംഗ് ഉണ്ട്. അവിടെ രാത്രി യാത്ര നിങ്ങൾ ഒഴിവാക്കുക. വരുന്ന വഴിക്ക് കാട്ടുപോത്തിനെയും മയിലിനെയും മലയണ്ണാനെയും ഒക്കെ ഞങ്ങൾ കണ്ടു. പക്ഷേ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫോണൊക്കെ എടുത്താൽ തന്നെ അവരുടെ പാട്ടിന് പോയി. നിങ്ങൾക്കും യാത്രയിൽ KKPP ആണ്. കണ്ടാൽ കണ്ടു, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ശർക്കര ഫാക്ടറിയിലൊക്കെ വഴിയുന്നൊരു ബോർഡ് കണ്ടു. അപ്പോൾ ഞങ്ങൾ എന്നാൽ അതും കൂടെ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നേരെ ഫാക്ടറിയിലോട്ട് വിട്ടു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഈ മറയൂർ ഏരിയയിൽ ഈ ഒരു ഫാക്ടറിയിൽ മാത്രമാണ് മെഷീൻ വെച്ചിട്ട് നമ്മുടെ കരിമ്പിൻ ജ്യൂസൊക്കെ തയ്യാറാക്കി ശർക്കര ഉണ്ടാക്കുന്നതെന്ന്. അപ്പം എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. നമ്മുടെ കൂടെ ഒരു ഗൈഡുണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഈ കരിമ്പ് ഫുള്ളി മെഷീനകത്തോട്ട് ഇട്ട് കൊടുത്തേണ്ടേ ഇരിക്കും. അതിന് ശേഷം ജ്യൂസ് വേറെ, അതിൻ്റെ ചണ്ടി വേറെ, അങ്ങനെ 2ആയിട്ട് സെപ്പറേറ്റ് ആവും. അതിനെ ഈ കരിമ്പിൻ ജ്യൂസിനെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് അടുത്ത പാത്രത്തിലോട്ട് അവരിങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കും. ഈ കരിമ്പിൻ ചണ്ടിയാണെങ്കിൽ അപ്പം തന്നെ ഡ്രയറിലോട്ടാണ് പോകുന്നത്. അത് ഉണക്കി ഈ വിറകിന് പകരം ഈ കരിമ്പിൻ ചണ്ടി ഉപയോഗിച്ചിട്ടാണ് അവർ ശർക്കര നിർമ്മിക്കുന്നതെന്നാണ് പറഞ്ഞു തന്നത്.
ഇതിൻ്റെ ഓരോ സ്റ്റേജസും പറഞ്ഞു തന്ന നമ്മുടെ ഗൈഡ് തന്നെയാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. പിന്നെ ഇനി കാണാൻ പോകുന്നത് ഇവിടെ ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടുപ്പാണ്. ഈ മെഷീനൊക്കെ വരുന്നതിന് മുന്നേ ഈ അടുപ്പിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ അടുപ്പിനൊരു പ്രത്യേകതയുണ്ട്, അതായത് അന്തരീക്ഷത്തിലെ ഓക്സിജനും കൂടെ ചേർന്നിട്ടാണ് ഇത് കത്തുന്നത്. അപ്പം ഇതിനേക്ക് പുറത്തേക്ക് ചൂട് വരുന്നില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. മറയൂരിന്ന് കേൾക്കുമ്പോൾ തന്നെ ചന്ദനമരത്തോട്ടാണ് ഓർമ്മ തന്നെ. വന്ന വഴിക്കുള്ളൊന്നും കാണിക്കാൻ പറ്റിയില്ല. പാഴ്ത്തേക്ക് അകത്ത് നിന്നൊരു ചന്ദനമരമാണ് നമ്മൾ കണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിളച്ചാലും ഈ പാത്രത്തിന് ചൂട് വരില്ല എന്ന് അവർ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു സംശയം, ശരിക്കും ചൂട് വരില്ലേ? മലയാളിയല്ലേ, കേട്ടാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? തൊട്ട് നോക്കി ചൂടില്ല, ഒട്ടും ചൂടില്ല. അപ്പോൾ അത് ഞങ്ങൾ ഉറപ്പുവരുത്തി. തിളച്ച് അതിൻ്റെ പാകം എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ശർക്കര തോണിയിലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്യും. ഇത് കാട്ടുമാവിൻ്റെ തടിയിൽ തീർത്ത ശർക്കര തോണി എന്നാണ് പറഞ്ഞത്. വേറെ ഒരു തടിയിലും ഇത് ശർക്കര തോണി ഉണ്ടാക്കത്തില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ചൂടിനെ താങ്ങാൻ പറ്റത്തില്ല, അത് കരിഞ്ഞു പോകും. ഇതിനകത്തേക്ക് ഒഴിച്ചു വെച്ചിട്ട് അത് കൈകൊണ്ട് പിടിക്കാൻ പാകമാകുമ്പോൾ അതിനെ ഉണ്ടകളായിട്ട് ഉരുട്ടി വെച്ചേക്കാനാണ് ഈ കാണുന്നത്. ഉണ്ടകൾ ഉരുട്ടുന്നത് മനുഷ്യൻ തന്നെയാണ്, മെഷീനൊന്നുമല്ല. പിന്നെ ഈ കാണുന്ന മൊത്തം ഇവിടുത്തെ ഈ ഫാക്ടറിയുടെ കരിമന്തോട്ടാണ്. ഏക്കർ കണക്കിന് അങ്ങോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ഒരു ഓലക്കുടിൽ പോലെ ഒരു വീട് പോലെ കണ്ടു. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ്. മറയൂർ പോകുന്ന വഴിക്കല്ല ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതും കൂടെ കയറി കണ്ടേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ കയറി കണ്ടു. ഇവിടെ അന്നേരം കരിമ്പൻ ജ്യൂസ് ഫിൽറ്റർ ചെയ്യാനോ പ്യൂരിഫൈ ചെയ്യാനോ ഒന്നും മെഷീനൊന്നുമില്ല, മനുഷ്യൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. എല്ലായിടത്തും മറയൂർ ശർക്കര, പിന്നെ മറയൂർ ശർക്കര കൊണ്ട് ഉണ്ടായ ശർക്കര മിഠായി, ശർക്കര പാനി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ കിട്ടും. 1/2 കിലോയുടെ 1 കിലോയുടെ ഒക്കെ പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ശർക്കര ഉൽപ്പാദനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതിന് പോകുന്നു. മറയൂരല്ല ഇന്നത്തെ സ്റ്റേ, കാന്തല്ലൂരാണ് ഞങ്ങൾ സ്റ്റേ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്ലേവ്ലാൻഡ് റിസോർട്ട് കാന്തല്ലൂർ, ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. അപ്പം ഇതാണ് റിസോർട്ടിൽ നിന്നുള്ള വ്യൂ. ശർക്കര ഉൽപ്പാദനമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിങ്ങ് പോകുന്നു. മറയൂരല്ല നമ്മുടെ സ്റ്റേ, കാന്തല്ലൂരാണ് ഞങ്ങൾ സ്റ്റേ തിരഞ്ഞെടുത്തിരുന്നത്. ക്ലേവ്ലാൻഡ് റിസോർട്ട് കാന്തല്ലൂർ, ഇവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ. ഇതാണ് റിസോർട്ടിൽ നിന്നുള്ള വ്യൂ. റിസോർട്ടിൽ വന്നപ്പോൾ സമയം 4:45 മണിയായി. അപ്പോൾ ഇനി വേറൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ഇനി ഞങ്ങൾ പോകുന്നില്ല, കാരണം സന്ധ്യയായി. സേഫ്റ്റി നോക്കണം, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. പിന്നെ ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയുള്ള സമയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിസോർട്ടിൽ തന്നെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ പാർക്കുണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാനായിട്ട്. പിള്ളേർ അവിടെ കളിച്ചു. ഞങ്ങൾ ഇതിൽ കൂടെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. പിന്നെ ഈ റിസോർട്ടിലോട്ട് എൻക്വയറി ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ വളരെ മോശമാണ്. അതുകൊണ്ട് വണ്ടിയിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് വേണ്ടിയിട്ട് ജീപ്പ് അവർ പറഞ്ഞു വിട്ടായിരുന്നു. ജീപ്പിലാണ് ഇങ്ങോട്ട് കയറി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞായിരുന്നു പിറ്റേ ദിവസം രാവിലെ പോകാൻ നേരത്ത് വണ്ടി റിസോർട്ടിൽ ഇട്ടേരെ, ഞങ്ങൾ ജീപ്പ് അറേഞ്ച് ചെയ്ത് തരാം, അതിന് നിങ്ങൾ പോയേച്ചാൽ മതി. എന്ന് വെച്ചാൽ വഴി വളരെ മോശമാണ്, പിന്നെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ജീപ്പിന് പോകുമ്പോൾ പരിചയമായിട്ടുള്ള ഒരാളും ഉണ്ടാവും, നമ്മുടെ വണ്ടി സേഫായിട്ട് റിസോർട്ടിൽ കിടന്നോളും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. രാത്രിയിലെ ഡിന്നറൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങി. മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ടേ വീണ്ടും ട്രാവലിങ്ങിന് ഇറങ്ങി. അപ്പോൾ ഫസ്റ്റ് വന്നത് സ്ട്രോബെറി തോട്ടത്തിലാണ്. സ്ട്രോബെറി തോട്ടത്തിലെ സീസണൊക്കെ കഴിഞ്ഞിരുന്നു, എങ്കിലും സ്ട്രോബെറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓഫ് റോഡ് റൈഡിംഗ് ആണ് ഈ കാണുന്നത്. വഴി വളരെ മോശമാണ്, വണ്ടി റിസോർട്ട് ഇട്ടത് വളരെ നന്നായി എന്ന് ഞങ്ങൾക്ക് യാത്രയിൽ തോന്നി. ഈ ഏരിയയിലോട്ട് നിങ്ങളും വരാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓഫ് റോഡ് റൈഡിങ് എൻജോയ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് സ്ട്രോബെറി ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ പോകുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഭ്രമരം വ്യൂ പോയിൻ്റാണ്. ഭ്രമരം വ്യൂ പോയിൻ്റ് എത്തിയപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കണ്ടത് ഈ ഒരു ഏർമാടമായിരുന്നു. നല്ല ഹൈറ്റിലുള്ളൊരു ഏർമാടം, കയറണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ മുകളിൽ കയറുകയും ചെയ്തു. താഴെ നിന്ന് നോക്കിയ വ്യൂ അല്ല, കയറുന്തോറും ഇതിന് ഉയരം കൂടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയത്. നല്ല ഹൈറ്റിലുള്ള ഏർമാടമായിരുന്നു. ഇത്രയധികം ഹൈറ്റിൽ ഞാൻ കയറുന്നത് ഫസ്റ്റ് ടൈമായിട്ടോ. ഏർമാടത്തിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ ഇത് നല്ല ഹൈറ്റിലുണ്ട്. ഏർമാടത്ത് കയറിയിട്ടുള്ള ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് ഇത് ചുറ്റുമുള്ളത്. ഇതിന് ചുറ്റും നമ്മുടെ പുൽത്തരം ഉണ്ടാക്കണം, ആ പുല്ലാട്ടോ നിൽക്കണത്. ഇപ്പോൾ അതെല്ലാം വെട്ടി നിർത്തി സീസൺ കഴിഞ്ഞു വെച്ചാൽ ഒരു 10-15 ദിവസം മുന്നേ ആണ് പുല്ല് ഫുള്ള് വെട്ടിയിട്ട് ഇപ്പോൾ തൈലം ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്.
ഈ കാണുന്ന ഓലമഞ്ഞ ഓലപ്പുര ഉണ്ടല്ലോ, അവിടെ പുൽത്തൈലം കിട്ടുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്കൊന്ന് കയറി നോക്കണം. പുൽത്തൈലം കിട്ടുമോ, നമ്മുടെ പുൽത്തൈലം ഉണ്ടാക്കാൻ കാണാൻ പറ്റുമെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി നോക്കണം. ഏറമാടത്തിൽ നിന്ന് ഇറങ്ങി കുറച്ചും കൂടെ നടക്കാനുണ്ട്. നടന്നു വരുമ്പോൾ ഈ പാറപ്പുറത്തേക്ക് നമ്മൾ എത്തിച്ചേരും. ഇവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങേയറ്റം വരെ നല്ല വ്യൂ നമുക്ക് കാണാൻ പറ്റും. നല്ല കാറ്റുമുണ്ട്. തിരക്കാവുന്നതിന് മുന്നേ നമുക്കെല്ലാം കണ്ടു കേട്ട് ഇറങ്ങണം പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി. ഏറുമാടത്ത് നിന്ന് കണ്ട നമ്മുടെ ഓലമഞ്ഞ ഓലപ്പുര ഉണ്ടല്ലോ, അതിൻ്റെ ഉൾഭാഗമായിട്ട് അത് ഈ കാണുന്നതിൻ്റെ അകത്തിട്ടാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നതാണ് അവർ പറഞ്ഞത്. ഒരു 10-15 ദിവസം മുന്നെയാണ് ഫുള്ള് പുല്ല് വെട്ടിയിട്ട് ഇതിനകത്തിട്ട് പുൽത്തൈലം ആക്കിയെടുത്തത്. അപ്പോൾ ഇപ്പം പുൽത്തൈലം ഉണ്ടാക്കുന്ന സമയമല്ല, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പുൽത്തൈലം ഉണ്ടാക്കണമെന്ന് കാണാൻ പറ്റില്ല. പുല്ല് ഫുള്ള് വെട്ടിക്കഴിഞ്ഞു. വിറമരം വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് വന്നു. ഇവിടെയും കുറേ പേര് കളിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലക്കം വാട്ടർഫാൾസ് കണ്ട വെള്ളമുണ്ടല്ലോ, അത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളമല്ല, ഇവിടെ ചെളി പിടിച്ച വെള്ളമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയില്ല. കണ്ടു, തിരികെ കയറി പോന്നു. ഇനി നമ്മൾ പോകുന്നത് ഫ്രൂട്ട്സ് ഗാർഡനിലേക്കാണ്. ഇതാണ് ഫ്രൂട്ട്സ് ഗാർഡൻ. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നിൻ്റെ സീസൺ അല്ല കേട്ടോ. ഓറഞ്ച് മരത്തിലൊക്കെ ഓറഞ്ച് ഉണ്ട്, പക്ഷേ ഇത് സഞ്ചാരികൾക്ക് കാണാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കുന്ന ഓറഞ്ചാണ്. അതായത് വിളവെടുപ്പ് കഴിഞ്ഞു, പിന്നെ മരത്തിലെ ഓറഞ്ച് എന്തെങ്കിലുമൊക്കെ കാണേണ്ടതെന്ന് ഓർത്തുകൊണ്ട് അവർ നിർത്തിയിരിക്കുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എല്ലാത്തരം വെജിറ്റബിൾസും ഇവിടെ ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ഈ ഓറഞ്ചൊക്കെ കൊല കുത്തി കാഴ്ച കിടക്കണം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വരണം. അപ്പോൾ നമുക്ക് പറിക്കാനും മേടിക്കാനും ഒക്കെ സാധിക്കും. ഇപ്പം കുറച്ചൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ ഇവിടുത്തെ ഡയറക്റ്റ് ഫ്രഷ് ആയിട്ടുള്ളത് എല്ലാം തീർന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സീസണാണ്, ആ സമയത്ത് ആ ഒരു ടൈം പീരീഡ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചൂടുള്ള സമയത്ത് ചെറിയൊരു തണുപ്പൊക്കെ നമുക്ക് ആസ്വദിക്കണം, അല്ലെങ്കിൽ ട്രാവലിംഗ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൈം പീരീഡ് തിരഞ്ഞെടുക്കാം. രണ്ടും ഓരോന്നും ഓരോന്നിൻ്റെതായ വെറൈറ്റി മൂഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം, ട്രിപ്പ് പോരാം. ഞങ്ങളുടെ ഗവിയാത്രയുടെ വീഡിയോ കണ്ട വ്യൂവേഴ്സ് എല്ലാവരും ഒരുപാട് റിവ്യൂസും കമൻസും പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയ്ക്കും ഇനിയുള്ള വീഡിയോയ്ക്കും നിങ്ങളുടെ ഇതുപോലുള്ള റിവ്യൂസും കമൻസും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ഇനിയും അതുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാന്തല്ലൂരത്ത് സ്റ്റേ ക്ലൈവ്ലാൻഡ് റിസോർട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. വളരെ നല്ല ഡീലിംഗ് ആയിരുന്നു അവരുമായിട്ടുള്ളത്. ഫുഡും ഓക്കെ ആയിരുന്നു, അതുപോലെ സ്റ്റേയും ഓക്കെ ആയിരുന്നു. അപ്പം മറയൂർ കാന്തല്ലൂർ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. യാത്രകൾ അവസാനിക്കുന്നില്ല, കാന്തല്ലൂരിലെ വിശേഷങ്ങൾ മാത്രമാണ് അവസാനിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.